ഹലോ മച്ചമാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സാധാരണ പതിവ് പോലെ തന്നെ ഈ ആഴ്ച ചിത്രം റിലീസ് ചെയ്തിരുന്നു. അഡിഗോസ് അമിഗോ എന്നാണ് ചിത്രത്തിൻ്റെ പേര് പോലും ഭയങ്കര വെറൈറ്റിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയ റിവ്യൂ നമ്മുടെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ അഡിഗോസ് അമിഗോ എന്ന് പറഞ്ഞ മൂവിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിഹാസ് നാസറാണ് ഇതിൻ്റെ ഡയറക്ഷൻ, തങ്കമാണ് സ്ക്രിപ്റ്റ്, ആഷിഖ് ഉസ്മാനാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. കാശി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ആസിഫ് അലി, സുരാജ് ബെന്നാൽമൂഡ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളത്. പേര് പോലെ തന്നെ ഇതിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ കഥയാണ് മുന്നോട്ട് പോകുന്നത്. അവരൊരു വേദനിക്കുന്ന ഒരു കോടീശ്വരൻ പാവപ്പെട്ട ഒരു സുഹൃത്തും തമ്മിൽ കണ്ടുമുട്ടുമ്പോഴുള്ള ഒരു സങ്കീർണമായ അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതിൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ എറണാകുളം തൊട്ട് തിരിച്ച് എറണാകുളം വരെയുള്ള ഒരു യാത്ര. അതിനിടയ്ക്ക് അവർ ഒരുപാട് പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുന്നു, പ്രശ്നങ്ങളും കാര്യമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ ട്രെയിൽ കണ്ട നമുക്ക് എല്ലാവർക്കും പറയാം ഒരു കോമഡി മൂവിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ആ പേര് എന്താണ് വെറൈറ്റി എന്നൊക്കെ കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അഡിഗോസ് അമിഗോ നമ്മുടെ സുരാജിൻ്റെ ഒരു ഇൻട്രോ സീനോട് തന്നെയാണ് ചിത്രം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആൾ വളരെ ഒരു പാവപ്പെട്ടുള്ള ഒരാളാണ്. അതായത് എറണാകുളത്ത് ഒരു പെയിൻറ്റ് പണിക്കാരനാണ് ആ വ്യക്തി. ഒരു സാധാരണ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അവിടേക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ആസിഫ് അലി കണ്ടുമുട്ടുന്നത്. പിന്നീട് അവരെ തൊട്ട് തിരുവനന്തപുരം വരെയും യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് സ്റ്റോറിയെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആസിഫ് അലി എന്ന് പറയുമ്പോൾ ഇതിലൊരു കോടീശ്വരനായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിലിൽ തന്നെ വ്യക്തമാണ്. വായിൽ സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ചതെന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആസിഫ് അലി ഒരു കോടീശ്വരനാണ്. അപ്പോൾ അതായത് ദൂർത്തടിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടയിലേക്ക് സുരാജിനെ കണ്ടുമുട്ടുന്നു. ആസിഫ് അലി എന്ന് പറയുന്നത് നമ്മുടെ സാഗർ കോട്ടപ്പുറം പോലത്തെ ഒരു കഥാപാത്രമാണ്. ഫുൾ ടൈം വെള്ളടിച്ച് നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ആസിഫ് അലി വന്നിട്ടുള്ളത്, ഒരു കോടീശ്വരനായിട്ട്. ഇപ്പോൾ രണ്ടുപേരുള്ള സുഹൃത്ത് ബന്ധം കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഹാഫിൽ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സുരാജിന് ഈ ആവശ്യം എങ്ങനെയുള്ള ആസിഫ് അലിയോട് പറയണം, അതിന് വേണ്ടി ശ്രമിക്കുന്ന സെക്കൻഡ് ഹാഫ് ഒക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്ന വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ ഫസ്റ്റ് രണ്ട് പാട്ടുകൾ അത്യാവശ്യം കൊള്ളാമായിരുന്നു. അതിന് ഇൻ്റർവ്യൂവിന് ശേഷം വരുന്ന ഒരു പാട്ടും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തോന്നിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ സുഹൃത്തുക്കൾ നമുക്ക് പല വഴിയും കണ്ടുമുട്ടും. സുഹൃത്തുക്കൾ നമ്മൾ പറയുമ്പോൾ സ്കൂൾ കാലഘട്ടം, അതുപോലെ +2 കാലഘട്ടം, കോളേജ് കാലഘട്ടം, റൂട്ടിൽ നിന്ന്, അതുപോലെ തന്നെ ബാറിൽ നിന്ന്, ചായക്കളിൽ നിന്ന്, ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരാളെ സംസാരിച്ച് നമ്മുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ ഒരാളോട് കുറച്ച് നേരം മിണ്ടി കഴിഞ്ഞാൽ. അപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ബെറ്റർ നല്ലൊരു സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. അതായത് പൈസയുടെ കാര്യത്തിലോ പൈസ നോക്കിയിട്ടല്ല സുഹൃത്ത് ബന്ധം തീരുമാനിക്കേണ്ടത്. അതായത് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ല സുഹൃത്ത് ബന്ധം. അത് നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് അവരെ കൂടെ നിൽക്കാൻ സാധിക്കും ഒരു ആത്മബന്ധം, അല്ലെങ്കിൽ ചങ്ക്സ് ബഡീസ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാരുണ്ടാവും. ഇത് അവരുടെ ഒരു കഥയാണ്. അപ്പോൾ ഒരു പരിചയമില്ലാത്ത രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടുന്നു, പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അനഘ ഇതിൽ ആസിഫിൻ്റെ നായികയായിട്ട് വരുന്ന കഥാപാത്രമാണ് അനഘ. അവർ അത്യാവശ്യം നല്ല റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ഭീഷ്മർമ്മ കണ്ടുള്ളവർക്ക് മനസ്സിലാവാൻ സാധിക്കും. അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സാധാരണ ആയിട്ടുള്ള ഒരു പ്രകടനത്തെക്കുറിച്ച് പറയുമ്പോൾ ആസിഫ് അലി മികച്ച രീതിയിൽ തന്നെയാണ് പ്രകടനം കാഴ്ചയിൽ പറയാൻ സാധിക്കും. കാരണം ഫുൾ ടൈം വെള്ളം അടിച്ചിട്ട് നടക്കുന്ന ഒരു കഥാപാത്രം, അതായത് ദൂർത്തടിച്ച് നടക്കുന്ന ഒരു കോടീശ്വരൻ. അപ്പോൾ ആ കോടീശ്വരൻ്റെ ഒരുപാടെങ്കിലും ഫസ്റ്റ് ഹാഫിലോട് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് വരുമ്പോൾ നമുക്ക് ഈ കഥാപാത്രത്തിൽ ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറുപ്പൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി മാറുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ഒരു പരിധി വരും. അത് ആ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക, അങ്ങനത്തെയാണ് അതിൻ്റെ റോള് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നിക്കുന്നത്. മികച്ചത് തന്നെ ആസിഫ് അലി ചെയ്തു. സുരാജിനെ വെച്ച് പറയുമ്പോൾ ഒരു പാവപ്പെട്ടുകാരനായ വെറും ഒരു സാധാരണക്കാരനായിട്ടാണ് സുരാജ് വന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത റോൾ ഭയങ്കരമായി തന്നെ എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ അവാർഡ് കിട്ടിയ സമയത്തൊക്കെ സുരാജ് അതേ ഒരു മോഡുലേഷൻ തന്നെയാണ് ഇതിലും എടുത്തു വെച്ചിട്ടുള്ളത്. പക്ഷേ പ്രത്യേകിച്ച് പുതുമം തോന്നില്ലെങ്കിൽ പോലും ആ കൊടുത്ത റോള് ഭയങ്കര രസമായി തന്നെ ചെയ്തു. നന്ദു ഒരു കഥാപാത്രമായി വരുന്നുണ്ട്. അതുപോലെ തന്നെ അൽത്താഫ് ഒരു ചെറിയ സ്പേസിൽ കടന്നു പോകുന്നു. IM വിജയൻ, അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ നമ്മൾ കണ്ടു മറന്നുള്ള ചെറിയ മോങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ജിനി അബ്രഹാം, ആ ചെറിയ ചെറിയ വ്യക്തികളൊക്കെ. പക്ഷെ ഇവർക്കൊന്നും കൂടുതലായിട്ട് സ്പേസ് കൊടുത്തിട്ടില്ല. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വ്യക്തികളോട് കടന്നു പോയിട്ടുള്ളത്. അതിൽ ഒരാളെ ബോസ് എന്നും മറ്റൊരാൾ കൂട്ടുകാരൻ എന്നാണ് വിളിക്കുന്നത്. ആ പേര് പറഞ്ഞ് കൂടുതലായി സ്പോയിലറാക്കുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരുള്ള സുഹൃത്തും ബോസും കൂട്ടുകാരനും അപ്പോൾ ഫുൾ ടൈം വെള്ളടിച്ച് നടക്കുന്ന പ്രശ്നങ്ങളും ഇമോഷണലായിട്ട് കടന്നു പോകുന്നുണ്ട്. ഒരു പേര് എടുത്ത് പറയാൻ മറന്നു, ഷൈൻ ടോം ചാക്കയും മറ്റൊരു കഥാപാത്രമായി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം അത്യാവശ്യം ഡബ്ബിങ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു വെറുപ്പിക്കാത്ത ചെറിയ സ്പേസ് ഉള്ളൂ എങ്കിൽ തോന്നുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞിട്ടുള്ള ആ ശൈലി ഇതിനും പിടിച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പോട്ടെ, ലാസ്റ്റ് ഭാഗത്ത് കടന്നു വരുന്നുള്ളൂ. പിന്നെ ഫോണിലൂടെ സംസാരിക്കുന്ന കുറച്ച് വ്യക്തികൾ കടന്നു പോകുന്നുണ്ട്. ശബ്ദം മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും
ഡീറ്റെയിൽ ആയി തന്നെ അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. അത് ആരും നമുക്ക് കൂടുതൽ ചിന്തിപ്പിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ സൗഹൃദത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് സങ്കീർണമായി പോകുന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷെ തോന്നുന്നില്ല. അതായത് തുടക്കം തൊട്ടും ഒടുക്കം വരെയും ഒരേ വേനലെത്തും. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് സ്റ്റോപ്പ് നിർത്തും. അത് ആ സ്റ്റോപ്പ് എന്ന് ഉദ്ദേശിച്ചത് കോമഡിയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കോമഡി കയറി വരുന്നുണ്ട്, പിന്നീട് വീണ്ടും സഞ്ചരിക്കുന്നു, കുറച്ച് കോമഡി, അതിനിടയ്ക്ക് കുറച്ച് ഇമോഷൻസ്. അപ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് തീർന്നു. പിന്നെ സെക്കൻഡ് ഹാഫാണ് സത്യം പറഞ്ഞ് നല്ല രീതിയിൽ എനിക്ക് ലാഗ് അടിച്ച അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയില്ല. കാരണം ഫസ്റ്റ് ഹാഫ് വല്ല കുഴപ്പമില്ലാത്ത പോലെ തോന്നി, പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് ഇത് അങ്ങോട്ട് നീങ്ങുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നലാണ്. കാരണം ഇതിലൊരു ആലപ്പുഴ തിരിച്ച് എറണാകുളത്തിൽ യാത്ര തിരിക്കുന്നു പറഞ്ഞ് കോട്ടയത്തോടെത്തണം. അപ്പോൾ അത്രയും ദൂരമുള്ള ഏകദേശം അവിടുന്ന് ഒരു 6-7 മണിക്കൂറിൻ്റെ ഡ്യൂറേഷൻ വരുന്നുണ്ട് എറണാകുളത്തോട്ട്. അപ്പോൾ അതിൻ്റേതായൊരു മാറ്റം, അതായത് ആ ഡ്യൂറേഷൻ ഈ പടത്തിൽ വെറും 2.5 മണിക്കൂറുണ്ടെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും 1 മണിക്കൂറിനകത്ത് വരുന്നുള്ളൂ. അത്രയേറെ ഡ്യൂറേഷൻ ഒരു മടുപ്പിക്കുന്ന ഒരവസ്ഥ ചില ഭാഗത്ത് കണ്ടപ്പോൾ എങ്ങനെയാണ് തോന്നി. എൻ്റെ മുതൽ അഭിപ്രായമാണ്. കാരണം മെയിനായിട്ട് എനിക്ക് തോന്നുന്നു തിരക്കഥ ഒട്ടും വളരെ വീക്കായിട്ടുള്ള ഒരു തിരക്കഥയാണ്. കാരണം സ്റ്റോറി ഇല്ല ഇതിലും പ്രധാനമായിട്ടും. അതായത് തങ്കം എന്ന് പറയുന്ന ആ വ്യക്തി പുതിയൊരു റൈറ്ററാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചെയ്തിട്ടുള്ളത് തിരക്കഥ ഭയങ്കര അഭാവമായിട്ട് നിലനിർത്തുന്നത്. കാരണം അതിൽ മികച്ച ഡയറക്ഷനോ അല്ലെങ്കിൽ ബാഡ് സ്കോർ പ്രത്യേകിച്ച് ജക്സ്ബിജിയാണ് ഇതിൻ്റെ ബാരനും പരിപാടിയും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുള്ളത്. പക്ഷെ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. കാരണം ഒന്നും തന്നെ ചെയ്യാനുണ്ടാകുന്നില്ല. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ 2 സുഹൃത്തുക്കൾ, അത് ബോസും കൂട്ടുകാരൻ്റെ പ്രകടനങ്ങൾ കൂടെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതായത് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്ത് യാത്ര തിരിക്കുന്നു, പിന്നീട് തിരിച്ചു വരുന്നുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ സ്റ്റോറി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. അതായത് യാത്ര അവിടെ നിന്ന് തുടങ്ങുന്നു, യാത്ര എവിടെ തീരുന്നു, അതോടുകൂടി പടം തീരുന്നുണ്ട്. പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളോ അല്ലെങ്കിൽ ട്വിസ്റ്റ് സസ്പെൻസ് ഒന്നും ഇല്ല. പിന്നെ സെക്കൻഡ് ലെവലോട്ട് എത്തുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എങ്ങനെയാണ് സഹായിക്കുക എന്നൊക്കെ കാര്യങ്ങളൊക്കെ തോന്നും. കാരണം ഒക്കെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ്. കൂടുതലായിട്ട് തകരാ പോകേണ്ട പരിപാടിയും കാര്യങ്ങളൊന്നും ഏറ്റിട്ടില്ല. സെക്കൻഡ് ലെവലോട്ട് വരുമ്പോൾ വലിയ കോമഡിയും കാര്യങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇടയ്ക്കൊക്കെ അവിടെ നോക്കി കോമഡി കടന്നു പോകുന്നുണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആസ്ഫിന് കുറച്ച് ഇമോഷൻ സീൻസ് കൊടുത്തിട്ടുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ പറയാൻ വേണ്ടി ശ്രമിച്ചു. അത് ഒരു ഓക്കെ ലെവലിൽ തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സെക്കൻഡ് ഹാഫ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആസിഫിൻ്റെ ഒരു വെറുപ്പിക്കുന്ന കഥാപാത്രം കഴിഞ്ഞ് കുറച്ചും കൂടി ബെറ്ററായിട്ട് ആ കഥാപാത്രം ഒരു മിഡിൽ പെടുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് എത്തുമ്പോൾ ഒരു മികച്ച കഥാപാത്രമായിട്ടാണ് ആസിഫിൽ ചെയ്തിട്ടുള്ളത്. സുരാജിന് ഇമോഷൻ സീൻസ് വരുന്നുണ്ട്. നമ്മൾ കണ്ടു മറന്നിട്ടുള്ള സ്ഥിരം പാറ്റേൺ തന്നെ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതൊരു ഒന്നും തോന്നിയില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത ലെവലിൽ തന്നെയാണ് ഓരോ വ്യക്തികളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഡിഗോസ് അമിഗോനെ കുറിച്ച് പറയുമ്പോൾ ഓക്കെ കാണാം സുഖത്തെ എന്നാണ് എൻ്റെ അർത്ഥമായി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പേരിലും പുതുമയും തന്നെ ചിത്രത്തിലുള്ള ചോദിച്ചാൽ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം കൂടുതലായിട്ടൊന്നും തന്നെ അതിൽ ഉണ്ടായത് എനിക്കൊരു ഇമ്പാക്റ്റ് ഇടാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ലെങ്ത്ത് തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും വലിയൊരു നെഗറ്റീവായി തോന്നിയിട്ടുള്ളത്. പക്ഷേ പ്രകടനങ്ങൾ കാഴ്ചവെച്ചെങ്കിൽ പോലും ആ ലെങ്ത്തിൻ്റെ ഒരു അല്ലെങ്കിൽ തിരക്കഥയുടെ ഒരു വില്ലനായതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ലെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അഡിഗോസ് അമിഗോ എനിക്കൊരു ആവറേജ് അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാത്തിരിക്കുക. ബൈ ബൈ ഫ്രണ്ട്സ്.